Next question ആണ് starting from -1 into 5 write various products showing some pattern to show -1 into -1 is equal to 1 ആണ് എന്താ പറയുന്നത് 1 into 5 ഈ പ്രോഡക്റ്റ് തുടങ്ങിയിട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുക അല്ലേ -1 into 5 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ വരെ എഴുതണം -1 into -1 equal to 1 വരെ കിട്ടണം അതായത് -1 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 into 5 5 രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് ഇനി നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും -1 into 4 is equal to 1 into 4 4 ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് -1 into 3 -3 -1 into 2 -2 -1 into 1 -1 നമുക്ക് -1 into -1 വരെ എഴുതണം സോ -1 into നെക്സ്റ്റ് ഇൻറ്റിജർ ഏതായിരിക്കും 5 4 3 2 1 നെക്സ്റ്റ് ഇൻറ്റിജർ 0 is equal to 0 -1 into നെക്സ്റ്റ് ഇൻറ്റിജർ -1 -1 into -1 1 അപ്പോൾ ഇവിടെ വരെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് ഫ്രം -1 into 5 റൈറ്റ് വേരിയസ് പ്രോഡക്ട്സ് ഷോയിങ് സം പാറ്റേൺ ഇത് ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് കാണിക്കണം എങ്ങനെ കാണിക്കാം നമുക്ക് നോക്കാം ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ -4നും -5നും എങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും -4 എന്ന് പറഞ്ഞാൽ -5ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -4 കിട്ടുന്നത് അല്ലേ വലിയ നമ്പറിൽ നിന്ന് ചെറുത് ലെസ് ചെയ്യുമ്പോൾ 4 വലിയ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം -3യും ഇതിന് തൊട്ട് മുന്നേ കിട്ടിയ ആൻസർ അതായത് -4 റിലേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം -4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -3 കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എങ്ങനെ എഴുതാം -2ഉം -3യും റിലേറ്റ് ചെയ്ത് എഴുതാം -3 + 1 ആണ് -2 അല്ലേ 3യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 വലിയ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് -1നെ എങ്ങനെ എഴുതാം -2 + 1 എഴുതാം ഇതിനെ എങ്ങനെ എഴുതാം തൊട്ട് മുന്നേ കിട്ടിയത് -1 ആണ് -1 + 1 അല്ലേ -1 + 1 ആണ് 0 അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 1 എങ്ങനെ എഴുതാം 0 + 1 അല്ലേ 0യുടെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത് അതായത് ഇവിടെ -5 -4 -3 -2 -1 0 1 വെച്ചിട്ട് ആഡ് ചെയ്താണ് വരുന്നത് അല്ലേ -5 + 1 ചെയ്യുമ്പോൾ -4 കിട്ടും -4 + 1 ചെയ്യുമ്പോൾ -3 കിട്ടും -3 + 1 ചെയ്യുമ്പോൾ -2 കിട്ടും -2 + 1 ചെയ്യുമ്പോൾ -1 കിട്ടും -1 + 1 ചെയ്യുമ്പോൾ 0 കിട്ടും 0 + 1 ചെയ്യുമ്പോൾ 1 കിട്ടും അപ്പോൾ ഇങ്ങനൊരു പാറ്റേണിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് എക്സസൈസിൽ 5th ക്വസ്റ്റ്യൻ ചെയ്യാം ഫൈൻഡ് ദി പ്രോഡക്റ്റ് യൂസിങ് സ്യൂട്ടബിൾ പ്രോപ്പർട്ടീസ് അതിൽ ഫസ്റ്റ് വൺ ആണ് 26 into -48 plus -48 into -36 ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ പഠിച്ച പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചെയ്യണം ഇവിടെ -48 എന്നുള്ളത് രണ്ടിലുണ്ട് അല്ലേ സോ നമുക്ക് എന്ത് ചെയ്യാം ഈ -48നെ നമുക്ക് കോമൺ ആക്കിയിട്ട് എടുക്കാം ദാറ്റ് മീൻസ് -48 into ഇവിടെ നിന്ന് -48 പോയാൽ പിന്നെ ഇവിടെ എന്താണുള്ളത് 26 ആണുള്ളത് അല്ലേ 26 പ്ലസ് ഇവിടുത്തെ -48 പോയാൽ പിന്നെയുള്ളത് -36 ഈക്വൽ ടു -48 into 26 പ്ലസ് -36 വലിയ നമ്പറിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 കിട്ടും വലിയ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് സോ നമുക്ക് ഈസി ആയി കിട്ടി ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ ഈസ് ഈക്വൽ ടു -48 into 10 48 into 10 എന്ന് പറഞ്ഞാൽ 48 എഴുതാം 0 എഴുതാം 480 രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ് അതിൽ നെക്സ്റ്റ് വൺ 8 into 53 into -125 ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം 53 125 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം ഈ 53നും 8നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതാം അതായത് ഇവിടെ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം ദാറ്റ്സ് ഈക്വൽ ടു 53 into 8 എന്നാക്കാം ഇൻറ്റു -125 അപ്പോൾ നമ്മളിവിടെ എന്താ അപ്ലൈ ചെയ്തത് കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ് ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ നമുക്ക് അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം അതായത് 8 into -125 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം
That means 53 into 8 into 125. 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1000 കിട്ടും. ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ്. ദാറ്റ് മീൻസ് 53 ഇൻറ്റു -1000. 53 എഴുതാം. 1000ൽ 3 zeros ആണ്. സോ 53,000. രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ്. നെക്സ്റ്റ് വൺ 15 ഇൻറ്റു -25 ഇൻറ്റു -4 ഇൻറ്റു -10. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. 25 ഇൻറ്റു 4 ചെയ്യാം, അല്ലെങ്കിൽ 4 ഇൻറ്റു 10 ചെയ്യാം. 25 ഇൻറ്റു 4 നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 15 ഇൻറ്റു 25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ് അല്ലേ? നമുക്കറിയാം 25 4 ടൈംസ് ആയാൽ 100 ആണ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് പ്രോഡക്റ്റ് പോസിറ്റീവ്. ഇൻറ്റു -10 is equal to 15 ഇൻറ്റു 100 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ് അല്ലേ? രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ്. is equal to 15 into 1000. 15 എഴുതാം. 1000ൻ്റെ 3 zeros. രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ്. സോ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എന്ത് കിട്ടി? -15,000. നെക്സ്റ്റ് വൺ ആണ് -41 ഇൻറ്റു 102 is equal to എങ്ങനെ ചെയ്യാം? -41 ഇൻറ്റു നമുക്ക് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി അപ്ലൈ ചെയ്യണം. 102നെ എങ്ങനെ എഴുതാം? 100 പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ? is equal to -41 into 100 plus -41 into 2 അല്ലേ? ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓവർ അഡീഷൻ is equal to -41 into 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 41നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 41 എഴുതാം. 100ൻ്റെ 2 zeros. രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ്. പ്ലസ് 41നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 82 വരും. രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ്. ദാറ്റ്സ് ഈക്വൽ ടു രണ്ടും നെഗറ്റീവ് ആണ്. സോ ആഡ് ചെയ്യുക 4182. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറും നെഗറ്റീവ്. നെക്സ്റ്റ് വൺ 625 ഇൻറ്റു -35 പ്ലസ് -625 ഇൻറ്റു 65. ഇതുപോലെ ഒരെണ്ണം നമ്മൾ എക്സാമ്പിളിൽ ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഇവിടെ 625 ഉണ്ട്, ഇവിടെ 625 ഉണ്ട്. പക്ഷേ ഇവിടുത്തെ 625 നെഗറ്റീവാണ്. സോ നമുക്കിത് കോമൺ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ ഈ 625ൻ്റെ നെഗറ്റീവ് നമുക്ക് ഈ 65ന് മാറ്റി കൊടുക്കാം. ദാറ്റ് മീൻസ് 625 ഇൻറ്റു -35 പ്ലസ് 625 ഇൻറ്റു 65. ഈ 65ന് നമ്മൾ നെഗറ്റീവ് കൊടുത്തു അല്ലേ? 625ൻ്റെ നെഗറ്റീവ് നമ്മൾ ഇവിടെ 65ന് കൊടുത്തു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? 625 കോമൺ ആക്കിയിട്ട് എടുക്കാം. 625 ഇൻറ്റു ഇവിടെ നിന്ന് 625 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് -35 പ്ലസ് ഇവിടുത്തെ 625 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ -65 is equal to 625. ഇവിടെ നമുക്ക് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. ഇനി 35ഉം 65ഉം നമ്മൾ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 100 കിട്ടും. രണ്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് is equal to 625 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 625 എഴുതാം. 100ൻ്റെ 2 zeros. രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പം നമുക്ക് -62,500 ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ 7 ഇൻറ്റു 50 - 2 is equal to ഇവിടെ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓവർ സബ്ട്രാക്ഷൻ ആണ് അല്ലേ? 50 - 2 ചെയ്താൽ 48 ആണ് കിട്ടുക. 48 ഇൻറ്റു 7 ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ. 7 ഇൻറ്റു 50 മൈനസ് 7 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 50. 7 ഇൻറ്റു 50 നമ്മളെങ്ങനെ ചെയ്യുക? 7 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 ആണ്. പിന്നെ 50യുടെ ഒരു 0 ഉണ്ട്. നമുക്ക് എത്ര കിട്ടി? 350 കിട്ടി. മൈനസ് 7 ഇൻറ്റു 2 14 is equal to 350 നിന്ന് 14 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 336. -17 ഇൻറ്റു -29 is equal to -17 ഇൻറ്റു 29 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 - 1 ആണ്. പക്ഷെ ഇവിടെ -29 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? -30 + 1 ചെയ്യാം അല്ലേ? അപ്പോൾ വലിയ നമ്പർ എന്ന് ചെറുത് ലെസ് ചെയ്യുമ്പോൾ 29 വലിയ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് is equal to ഇനി ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. -17 ഇൻറ്റു 30 പ്ലസ് -30 പ്ലസ്
നെഗറ്റീവ് 17 ഇൻറ്റു 1 is equal to നെഗറ്റീവ് 17 ഇൻറ്റു 30. 17 ഇൻറ്റു 30, 17നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 51 വരും. പിന്നെ 30ൽ ഒരു 0 ഉണ്ട് അല്ലേ, ആ 0 ഇവിടെ ചേർക്കുക. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവ്. പ്ലസ് നെഗറ്റീവ് 17 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 70 is equal to ഓപ്പോസിറ്റ് സൈഡാണ്, വലിയ നമ്പറിൽ നിന്ന് ചെറുത് ലെസ് ചെയ്യുക. 510ൽ നിന്ന് 70 ലെസ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരും? 493 വരും. വലിയ നമ്പറിൻ്റെ സൈൻ പോസിറ്റീവ്. ഇനി ആ ക്വസ്റ്റിലെ ലാസ്റ്റ് വൺ ആണ് നെഗറ്റീവ് 57 ഇൻറ്റു നെഗറ്റീവ് 19 പ്ലസ് 57. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഇവിടെ അഡീഷനുമാണ്. ഇവിടെ 57 ഉണ്ട്, ഇവിടെയും 57 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഇറ്റ്സ് ഈക്വൽ ടു നെഗറ്റീവ് 57 ഇൻറ്റു നെഗറ്റീവ് 19 പ്ലസ് ഈ 57 നമുക്ക് അങ്ങനെ എഴുതാം, 57 ഇൻറ്റു 1 എഴുതാം അല്ലേ. 57 എന്ന് പറഞ്ഞാൽ 57 ഇൻറ്റു 1 ആണ്. ഇനി ഇവിടെ നെഗറ്റീവ് 57ഉം ഇവിടെ പോസിറ്റീവ് 57 ആണ്. ഇവിടെ നെഗറ്റീവ് 57 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് 57 ഇൻറ്റു നെഗറ്റീവ് 19 പ്ലസ് ഇവിടെ രണ്ടിനും നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും അല്ലേ. 57 ഇൻറ്റു നെഗറ്റീവ് 1. നെഗറ്റീവ് 57 ഇൻറ്റു നെഗറ്റീവ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 57 തന്നെയായിരിക്കും അല്ലേ. 57 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 57, രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് 57 കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് നെഗറ്റീവ് 57 കോമൺ ആക്കി എടുക്കാം. നെഗറ്റീവ് 19 പ്ലസ് ഇവിടെ നിന്ന് നെഗറ്റീവ് 57 പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് നെഗറ്റീവ് 1. ദാറ്റ്സ് ഈക്വൽ ടു നെഗറ്റീവ് 57 നെഗറ്റീവ് 19 പ്ലസ് നെഗറ്റീവ് 1 എത്രയാണ്? ഇൻറ്റു നെഗറ്റീവ് 20 കിട്ടും അല്ലേ. നെഗറ്റീവ് 57 ഇൻറ്റു നെഗറ്റീവ് 20 ഈസ് ഈക്വൽ ടു 57നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 114 കിട്ടും. പിന്നെ 20യുടെ ഒരു 0 കൂടി. ദാറ്റ് മീൻസ് 1140. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ പോസിറ്റീവായി. ഇനി ഇവിടെ നമ്മൾ നെഗറ്റീവ് 57 കോമൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവ് 57 ഇൻറ്റു നെഗറ്റീവ് 1 എന്ന് എഴുതിയത്. ഇനി ഇങ്ങനെ എഴുതാതെ നമ്മൾ പോസിറ്റീവ് 57 ആക്കിയിട്ടും വേണമെങ്കിൽ മാറ്റി എഴുതാം. അതായത് ഇവിടുത്തെ നെഗറ്റീവ് 57ൻ്റെ നെഗറ്റീവ് നമുക്ക് ഈ 19ഉം കൊടുക്കാം.